സാറേ, ഒറീസയിൽ ഒരു മരുമകനാണ് ഇനി അടുത്ത താരം. ആ മരുമകനെ ജനങ്ങൾ സ്വീകരിക്കും. പാണ്ഡ്യനാണ് നവീൻ പട്നായിക്കിന്റെ പിൻഗാമി. കാരണം അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് മക്കളില്ല. അപ്പം അടുത്ത എൻ്റെ പിൻഗാമി പാണ്ഡ്യൻ, തമിഴ്നാട്ടുകാരനായ പാണ്ഡ്യൻ. അദ്ദേഹം ഒറീസയിൽ നിന്ന് കല്യാണം കഴിച്ചിരിക്കുന്നു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. രാഷ്ട്രീയത്തിൽ ഇറങ്ങി സജീവമായി അദ്ദേഹം നിൽക്കുകയാണ്. മോദി വന്ന് അതിനെതിരെ ചില പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു ഇടയ്ക്ക്. പാണ്ഡ്യൻ എങ്ങനെയായിരിക്കും ഒറീസയിൽ തരംഗം സൃഷ്ടിക്കുന്നത്? പാണ്ഡ്യന് നമ്മളൊരു പൊതുവെ കമലഹാസന്റെ കൂടെ IAS ആയിട്ട് രാജിവെച്ച് വന്നിരുന്നു. അവരവസാനം കിൽക്കത്തിൽ ഇന്നസെന്റ് ആയി പോയിട്ടുണ്ട്. ഈ മക്കൾ നീതിമയ്യത്തിൽ വന്നിരുന്നു. വന്നിരുന്നു. പ്രധാനപ്പെട്ട ആള് പോളിസിയൊക്കെ മേക്ക് ചെയ്ത അയാളായിരുന്നു. അപ്പൊ അയാൾ പക്ഷെ പിന്നെ അവസാനം കിൽക്കത്തിൽ ഇന്നസെന്റ് ആയി പോയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ പോകാത്ത ആളുകൾ, അങ്ങനെ പോകാൻ സാധ്യതയില്ലാത്ത ഒന്ന് അണ്ണാമലയാണ്. അണ്ണാമല എനിക്ക് കർണാടകക്കാരാണ് ബേസിക്കലി. തമിഴ്നാട് കേഡറിലായിരുന്നു അദ്ദേഹം, IPS ഓഫീസർ. അണ്ണാമല ഫയർമാന്റെ ഭാവിയിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്. പിന്നുള്ളത് ഈ പാണ്ഡ്യനാണ്. പാണ്ഡ്യൻ ആളുകളുടെ നല്ല സ്വാധീനം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നാഷണൽ മീഡിയ നോക്കി, BJP മീഡിയ അല്ല, BJP മീഡിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ. അതങ്ങനെ മോഡി ആദ്യം ഇദ്ദേഹത്തെ അടുത്ത സുഹൃത്ത് എന്ന് വിളിച്ചു, സഹോദരൻ എന്ന് വിളിച്ചു നവീനെ. കാരണം നവീന് ഈ പറയുന്ന നവീന് ശേഷം BJP തന്നെ ഇവിടെ വേറൊരു പാർട്ടി ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം നവീൻ ഈ പറയുന്നതിന്റെ പിൻഗാമികൾ ആരും ഇല്ല. പിന്നെ പുറത്തുനിന്ന് ഒരു പിൻഗാമിനെ കൊണ്ടുവന്നത് ശരിയാവില്ല. കേരള കോൺഗ്രസിൽ അടിച്ചു പിരിയായിരുന്നു. ഇപ്പൊ രണ്ട് ഫാക്ഷനായി പോകും. അപ്പൊ BJP 2019 കോൺഗ്രസിനെ റിപ്ലേസ് ചെയ്ത് രണ്ടാമത്തെ വലിയ പാർട്ടിയെ വന്നിട്ട് കോൺഗ്രസ് ആണ് നശിച്ചുകൊണ്ടിരിക്കുക. ഗ്രാസ് റൂട്ട് കോൺഗ്രസ് ഇല്ല അവിടെ. അത് നമ്മളെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ഭ്രാന്തെടുക്കും. സത്യം പറഞ്ഞാൽ അവന്മാർക്ക് മനസ്സിലാവില്ല. അവിടെ ഗ്രാസ് റൂട്ട് പാർട്ടി ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുക. സ്ഥലത്തൊക്കെ BJP കയറി. അപ്പം അങ്ങനെ BJP മനോഹരമായ ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പാണ്ഡ്യൻ വരുന്നത്. പാണ്ഡ്യൻ 2011 തൊട്ടിട്ട് ഇങ്ങനെ വിശ്വസ്തനായി കൂടെ ഉണ്ട്. ഇയാളൊരു കാര്യം വെച്ചാൽ നിതീഷ് കുമാർ, നവീൻ പട്നായിക്, നരേന്ദ്രമോദി, ഇവർ മുഖ്യമന്ത്രിമാരെ ശ്രദ്ധിക്കപ്പെട്ട ആളുകളാണ്. അതായത് ഡെലിവർ ചെയ്ത മുഖ്യമന്ത്രിയാണ്. ഗ്രാസ് റൂട്ട് ലെവലിൽ മാറ്റം കൊണ്ടുപോകുക. ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം ഇംഗ്ലീഷ് മാത്രമേ അറിയാമായിരുന്നുള്ളൂ അദ്ദേഹത്തിന് വരുന്ന സമയത്ത്. അതൊക്കെ അങ്ങനെ ആയിരിക്കും. പക്ഷേ തരണം ചെയ്താണ് പുള്ളി. പക്ഷേ അച്ഛന്റെ ഷീഫ നെടുമ്പള്ളി പറഞ്ഞതിന്റെ ഇയാൾ തന്ത വേദപ്പെട്ട ആളായിരുന്നു. ബിജുവിനെ കൊണ്ട് ജനതാദള് പിന്നെ വെട്ടിമുറിച്ച് ബിജു ജനതാദളുണ്ടാക്കി വാജ്പേയും പ്രമോദ് മഹാജനും കൂടിയാണ്. അന്ന് നരേന്ദ്രമോദി ഇവരുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു BJPയുടെ. ഈ പ്രമോദ് മഹാജനാണ് അന്ന് ഏറ്റവും പോപ്പുലർ നേതാവ്. യങ് ലീഡർ പ്രമോദ് മഹാജനാണ്. വാജ്പേയി അഡ്ഡയും ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ ഇത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഈ RSSന്റെ കാൽക്കുലേഷൻ, BJPയുടെ കാൽക്കുലേഷൻ 5 വർഷത്തേക്കല്ലല്ലോ, അവർ 25-30 വർഷത്തേക്കാൾ അങ്ങനെ വന്ന സംഭവം. ആ പ്ലാനാണ് ഇപ്പൊ ഒന്ന് ഒലിഞ്ഞിരിക്കുന്നത്. കാരണം എന്താ വെച്ചാല് ആളുകൾ വിചാരിച്ചാൽ പാണ്ഡ്യനല്ല ഏത് സുന്ദരപാണ്ഡ്യൻ വന്നാലും ഒറീസക്കാർ സ്വീകരിക്കില്ല. പക്ഷെ ഇപ്പൊ അവിടുന്ന് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് കിട്ടുന്ന ഒരു റിപ്പോർട്ട് അത് കണ്ട അലവലാദികൾ പറയുന്നൊന്നല്ല, വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള നാഷണൽ മീഡിയയിലെ ആളുകൾ പറയുന്നത് അവിടുത്തെ ബിജു ജനതാദളിന് ആളുകൾ അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നുള്ളത്. അവർക്ക് പിൻഗാമി വേണമല്ലോ, അപ്പൊ ഇദ്ദേഹത്തെ സ്വീകരിച്ചു എന്നുള്ളത്. അപ്പൊ സ്വാഭാവികം BJPയുടെ പ്ലാൻ അവിടെ വർക്കൗട്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. ഇതിപ്പോ ഡെലിവർ ചെയ്യാത്തൊരു മുഖ്യമന്ത്രിയാണ് പ്രശ്നമില്ല. ഇനിയിപ്പം നമ്മുടെ ഇയാളെ പോലെ നിതീഷിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന ഒരാൾ അങ്ങനെ ചാടി കളിച്ചിട്ടില്ല. നിങ്ങൾ BJP ഒരു സഖ്യം ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷെ ഇയാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് വന്നു. മാത്രമല്ല നിർണായക ഘട്ടങ്ങളെല്ലാം പാർലമെന്റിൽ BJPക്ക് വളരെ അനുകൂലമായ നിലപാടെടുത്ത നേതാവ് കൂടിയാണ് ഈ ജഗൻമോഹൻ റെഡ്ഡിയെ പോലെ. പക്ഷെ ജഗനെ കൊണ്ട് വന്നതിന് അഴിമതി ആരോപണമില്ല. അപ്പൊ അങ്ങനെ മാത്രമല്ല അവിടെ ഗ്രാസ് റൂട്ട് ലെവലിൽ അങ്ങേയറ്റം പിന്നോക്കം നിന്ന ആ പ്രദേശത്ത് വളർച്ച ഉറപ്പെടുത്താൻ, അത് അദ്ദേഹം വിദേശത്ത് വന്നതുകൊണ്ടും അച്ഛന്റെ സോഷ്യലിസ്റ്റ് പാരമ്പര്യം, പിന്നെ ഇങ്ങനെയുള്ള പാണ്ഡ്യനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടായിരിക്കും. അപ്പൊ ഏതായാലും അതുകൊണ്ടാണ് ഇത്രമാത്രം പാണ്ഡ്യൻ ഇപ്പം വിമർശിക്കപ്പെടുന്നത്. പാണ്ഡ്യൻ തന്നെ പറയുന്നത് ഇപ്പം എനിക്കെതിരെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സംസാരിക്കുന്നത് എനിക്ക് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ എനിക്ക് സംസാരിക്കുന്ന ആരൊക്കെയാണ്? മോഡിജി, അമിത്ഷാ, അതുപോലെ തന്നെ BJPയുടെ പ്രധാന നദ്ദ, ഇവരൊക്കെ എന്നെ ശത്രുവായി കാണുമ്പോൾ എനിക്കല്ല അഭിമാനം തോന്നുന്നു. കാരണം നമ്മളെ കയ്യിൽ എന്തോ ഉണ്ട് എന്നുള്ളത്, അത്രത്തോളം വളർന്നു എന്നുള്ളതാണല്ലോ. പിന്നെ ഇയാൾ 11 തൊട്ട് ഇയാളുടെ പ്രധാനപ്പെട്ട എല്ലാ പ്രോഗ്രാമുകളും ചാർട്ട് ചെയ്യുന്നതും അത് മുൻനിരയിൽ നിന്ന് നടപ്പിലാക്കുന്നതിലൊക്കെ പാണ്ഡ്യന് വലിയ പങ്കുണ്ട്. പല IAS ഓഫീസർമാരെ പോലെ ജനങ്ങളെ പുച്ഛത്തോടു കൂടി കാണുന്ന ആളല്ല അദ്ദേഹം ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ വായിച്ചിട്ടുള്ളത് ഈ നവീൻ ഇടയ്ക്ക് വിദേശത്ത് പോയ സമയത്ത് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം പിടിക്കാനായിട്ട് അവിടെ ഒരു രാഷ്ട്രീയ നേതാവ് ശ്രമിക്കുകയും അന്ന് പാണ്ഡ്യനാണ് ഇദ്ദേഹത്തിന്റെ കൂടെ, അന്ന് മുതലാണ് പാണ്ഡ്യൻ ഇദ്ദേഹത്തിന്റെ വിശ്വസ്തനായി എന്നുള്ളതാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. വിശ്വസ്തനാകുക എന്നുള്ളത് വളരെ എളുപ്പമായി. രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വളരെ ഷ്രൂഡാണ്. ഒരു വിശ്വസനെ തിരഞ്ഞെടുക്കാൻ കർണാനൊക്കെ പറ്റിയ അബദ്ധതാണ്. കർണാന്റെ ചില അബദ്ധങ്ങൾ ചില ആളുകളെ കൂടെ എടുക്കേണ്ടി വന്നു.
പിണറായി വിജയൻ അങ്ങനെ അബദ്ധം പറ്റില്ല, ഉം. നരേന്ദ്രമോദിക്ക് പറ്റില്ല. നരേന്ദ്രമോദി ക്ലോസ് സർക്കിൾ ആരാ? ഉം. അമിത്ഷാ, നദ്ദ പോലും ഇല്ല, ഉം. അവരെ ക്ലോസ് സർക്കിളാണ്. ഉം. പിന്നെ ഈ പിണറായി വിജയന്റെ ആരാ? മൂപ്പർക്ക് അങ്ങനെ ഒരു ഇപ്പം ഗോവിന്ദ മാഷ് ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നു. ഉം. ഓരോ സമയത്തും ഓരോ സർക്കിളാണ്. ഉം. ഒരാളെയും പൂർണ്ണമായിട്ട് അദ്ദേഹം എന്റെ പ്രതിപുരുഷ നീതി കൊണ്ടുവരില്ല. ഉം. അത് രാഷ്ട്രീയത്തിന്റെ ഒരു ഉൾക്കാഴ്ചയാണ്. കാരണം ഉം. അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയ ആളുകൾ രാഷ്ട്രീയത്തിൽ കുറവാണ്. എന്തുകൊണ്ടായിരിക്കും അവരൊക്കെ വിശ്വസ്തരായി മാറുന്നത്? ഇപ്പൊ അമിത്ഷാ അല്ല അതിപ്പോ മോദിജിയുടെ അല്ല, അത് വിശ്വസ്തനാവുന്നു. അമിത്ഷാ മോഡിയുടെ വിശ്വസത കാരണം വെച്ചാല് സംഘടനാ തലത്തില് ശക്തനായി എന്നുവെച്ചാൽ ഗുജറാത്തില് മോഡി നിൽക്കുമ്പോൾ ഉം. അമിത്ഷാനെ വളർത്തിക്കൊണ്ടുവരുന്ന മോഡിയാണ്. ഉം. അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു, കച്ചവട ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ വളർച്ച മോഡിയിലൂടെയാണ്. ഉം. ഇദ്ദേഹം വന്നോടുകൂടി കാണിക്കുന്ന മൊത്തം അത്ഭുതങ്ങളാണ്. ഉം. അതായത് ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും നമ്മുടെ സഹകരണ സ്ഥാപനമാണ് അഹമ്മദാബാദിലെ കോപ്പറേറ്റീവ് ബാങ്ക്. ഉം. അതിന് ചാർജ് ഇദ്ദേഹത്തിന് കിട്ടിയോട് കൂടിയിട്ട് വലിയ ലാഭത്തിൽ, വർഷത്തിൽ പൊട്ടു എന്ന് വിചാരിച്ച ബാങ്ക് വലിയ ലാഭത്തിലേക്ക് പോയി. ഉം. അപ്പൊ ആ ഒരു മാൻഡിലുള്ള ആളാണ്. ഉം. അപ്പൊ ഇത് പരസ്പരം ഗുണം ചെയ്തു. ഉം. മോഡിക്ക് ആവശ്യമായിട്ടുള്ള ഈ രാഷ്ട്രീയ ഉപദേശങ്ങൾ, പ്രാക്ടിക്കലായിട്ട് ഉപദേശങ്ങൾ കൊടുക്കുന്ന അമിത്ഷാണ്. ഉം. അമിത്ഷാനെ സപ്പോർട്ട് ചെയ്യുന്ന മോഡിയാണ്. ഉം. ഇപ്പൊ ഗുജറാത്ത് എനിക്ക് രണ്ടാമത്തെ ടൈമിലും ഓസ്ട്രേലിയ രണ്ടാമത്തെ ടൈമിലും മോഡി മുഖ്യമന്ത്രി ആയ സമയത്ത് എന്നാൽ പകുതിയോളം വകുപ്പുകളുടെ സഹമന്ത്രി, ഉം. ഗുജറാത്ത് സഹമന്ത്രിയാണ് പ്രധാനമായിട്ടും. ഉം. ഇദ്ദേഹം ആഭ്യന്തര സഹമന്ത്രി ആയിരുന്നല്ലോ, ഓസ്ട്രേലിയ പ്രധാനമന്ത്രി ഇദ്ദേഹമായിരുന്നു, അമിത്ഷാ ആയിരുന്നു. അപ്പൊ മോഡി എന്നുള്ള ഇന്ന് കാണുന്ന ഐക്കൺ ഉണ്ടായിരുന്ന അമിത്ഷായുടെ പങ്ക് വളരെ നിർണായകമാണ്. ഉം. മാത്രമല്ല ഇവരുടെ താല്പര്യങ്ങൾ ഒരിക്കലും ക്രിസ്കോസ് ചെയ്യുന്നില്ല. ഉം. ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും പോലെയാണ്. ഉം. ആന്റണി പെരുമ്പാവൂരും മോഹൻലാലാൻ ഒരു താല്പര്യമില്ല, ഉം. അതുപോലെ അമിത്ഷായ്ക്ക് മോഡി ആകാൻ ഒരു താല്പര്യമില്ല. ഉം. അതാണ് അതിന്റെ ഒരു കാര്യം. ഇപ്പൊ ആന്റണി പെരുമ്പാവൂരിനും മോഹൻലാലിനെ തെറ്റിക്കാൻ എത്ര ആളുകൾ നോക്കി നടക്കുമോ? ഉം. അങ്ങനെ ആളെ കിട്ടുക എന്നുള്ള ഭാഗ്യമാണ്. ഉം. ഇപ്പൊ നവീനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മണ്ടമ്പറന്നില്ല, ഭയങ്കര ഷൂഡാണ്. അത് നിങ്ങൾ കേരള കോൺഗ്രസ് തന്നെ നോക്കിയാൽ മതി, ഉം. ചെറിയ പാർട്ടിയല്ലേ. ഉം. ബാലകൃഷ്ണ പിള്ള സാർ നോക്കിയോ? ഉം. ബാലകൃഷ്ണ പിള്ള സാർ മോനെ പോലെ അടുപ്പിക്കില്ലായിരുന്നു. അതാണ് അതിന്റെ ഒരു കാര്യം. ഉം. ഞാനൊരിക്കലും പിള്ള സാറിന് എന്നെ വലിയ വാത്സല്യായിരുന്നു. ഉം. മരിക്കുന്നതിന് ആ മാസം പിള്ള സാറിനെ വിളിച്ചിട്ടുണ്ട്. ഉം. എന്താ ഇപ്പോൾ ചാനലിലൊന്നും കാണാം സാർ ജോലി തിരക്കും കാര്യം. അപ്പം ഒരു ദിവസം ഞാൻ ചോദിച്ചല്ലേ ഗണേശൻ എങ്ങനെ, അന്ന് ഗണേശൻ ഭയങ്കര പ്രശ്നമുള്ള സമയമാണ്. ഉം. ഗണേശനായി സാർ കുടുംബത്തിൽ അടുത്ത ആരെങ്കിലും വേണ്ട ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഉം. അപ്പൊ എന്നോട് വന്ന് എന്റെ പിൻഗാമിയൊക്കെ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്, അതിനൊക്കെ നല്ല ആളുകൾ പയ്യന്മാർ നമ്മുടെ കുടുംബത്തിലുണ്ട്. അന്ന് എനിക്കൊന്ന് പിള്ളസാ വിചാരിച്ച് കുറച്ചുകൂടി പിള്ളസാ ജീവിച്ചിരിക്കുന്നതായിരിക്കും ഉം. എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഗണേശനെ പറ്റി നല്ലത് പറയുമ്പോൾ പിള്ളസാ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. ഉം. അതാണ് സത്യത്തിൽ രാഷ്ട്രീയക്കാര്. ഇവരുടെയൊക്കെ കണ്ണ് ശ്രദ്ധിച്ചാൽ മതി ഈ രാഷ്ട്രീയക്കാരുടെ. ആക്സിഡന്റലി രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകളല്ല ഞാൻ പറഞ്ഞത്, ഉം. ഇവോൾവ് ചെയ്തെന്ന രാഷ്ട്രീയക്കാരുണ്ട്. ഉം. നരേന്ദ്രമോദി, പിണറായി വിജയൻ, അതുപോലെ തന്നെ സ്റ്റാലിൻ ബേസിക്കലി മണ്ടനാണ്. ഉം. സ്റ്റാലിൻ അച്ഛനുണ്ടല്ലേ, ഉം. അതായത് സ്റ്റാലിന്റെ അച്ഛൻ ബാലകൃഷ്ണ പിള്ള സാർ, കെ എം മാണി സാർ, ഉം. ഇവരൊക്കെ കണ്ണ് നോക്കുന്നുണ്ട്. ഉം. ഒരു എക്സ്റേ കണ്ണുകളാണ്. ഉം. നിങ്ങൾക്ക് നിൽക്കാൻ മൊത്തം അവർ സ്കാൻ ചെയ്തിട്ടുണ്ട്. കരുണാകരൻ. കർണാകരൻ പക്ഷെ അബദ്ധം പറ്റി. ഉം. എല്ലാ മതവിഭാഗങ്ങളെയും ജാതികളെയും ഒരുമിച്ച് കൊണ്ടുവന്ന് നോക്കിയപ്പോഴേ ഉം. പല ആളുകളുടെയും പ്രധാനപ്പെട്ട ആളുകൾ എടുക്കേണ്ടി വന്നു. ഇവർക്കൊന്നും കർണാകരനോടായിരുന്നില്ല, ഉം. ഇവരുടെയൊക്കെ പോകും മറ്റു പലതായിരുന്നു. അവിടെ ആ അബദ്ധം പക്ഷെ പിണറായിക്ക് പറ്റുന്നില്ല എന്നുള്ളത്. ഉം. പിണറായി അന്നത്തെ ആ ഒരു ഗ്രൂപ്പ് പിന്നെ എന്താണ് ആശയ പോരാട്ടത്തിൽ പല ആളുകളും കൂടെ നിർത്തിയിരുന്നു. ഉം. പക്ഷെ അദ്ദേഹം എല്ലാരെയും ഓരോ സമയത്തും ജെറ്റിസൺ ചെയ്തിട്ടുണ്ട്. ഉം. പാർട്ടി എന്നുള്ള പാർട്ടിക്കാണ് അദ്ദേഹത്തിന് ഉം. ഒരു വ്യക്തിക്കല്ല. ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പക്ഷെ മോഡി അമിത്ഷാ വല്ലാത്തൊരു ഡുവോ ആണ്. ഉം. അത് ഈ ആന്റണി പെരുമ്പാവൂർ മോഹൻലാൽ പറയുന്ന പോലെ ഉം. ആർഎസ്എസും ബി ജെ പി ഒക്കെ നടുവിലുണ്ടെങ്കിൽ പോലും ഉം. അവരാണ് സത്യത്തിൽ നദ്ദയൊക്കെ അതിന്റെ പുറത്തുനിന്ന് വന്ന ഒരാൾ എന്ന രീതിയിലുള്ളൂ. ഉം. അപ്പൊ അതുപോലെ ഈ പാണ്ഡ്യൻ വളരെ എഫിഷ്യന്റ് ആണ്, വിശ്വസ്തനാണ്. ഉം. ഒറൈസയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഫീൽ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. ഉം. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെയാണ്. ഉം. അങ്ങനെ ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാരൊന്നും അങ്ങനെ വെറുതെ തന്നെ തിരഞ്ഞെടുക്കില്ല. ഉം. അവരുടെ മുന്നോട്ട് വെച്ചൊരു അവർക്കൊരു വിഷൻ ഉണ്ട്, അവർ ആ സംസ്ഥാനത്തെ കൊണ്ടുപോയൊരു വഴിയുണ്ട്, ഉം. അതിലൂടെ നടത്താൻ ശേഷിയുണ്ട് എന്നുള്ള തോന്നലുണ്ടായിരിക്കും. ഉം. ഇപ്പൊ തന്നെ പോയി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിധി കാണുന്നില്ല എന്നൊക്കെ അതെ, ബി ജെ പി അതെ. പുതിയ ആരോപണം കൊണ്ടുവന്നു. അത് എത്രത്തോളം താക്കോൽ തമിഴ്നാട്ടിലാണ്. ആ അത് പക്ഷേ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. നമ്മൾ എന്ന് വെച്ചാല് ഇപ്പൊ ബി ജെ പി വേറെ പ്രാദേശിക പാർട്ടികൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ബി ജെ പി എങ്ങനെ അങ്ങനെ പറയാ? അവിടെ ക്ഷേത്രത്തിൽ മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ സ്വത്തടിച്ചു മാറ്റി, അത് നിങ്ങൾ പറഞ്ഞോ? ഉം. ഇപ്പം ബി ജെ പിക്കാരെ സംബന്ധിച്ച ഭാരതമാണ് സങ്കല്പം. ഇനി കുറച്ചും കൂടി വലുതായി പറഞ്ഞാൽ എന്താ ആശയതലത്തിൽ പറഞ്ഞാല് ലോകസമസ്തോ സുഖനോ ഭവന്തു, ഇതാണ് അതിന്റെ ആശയതാൽ. ഉം. അഖണ്ഡ ഭാരതമാണ്. അതിലിപ്പം ഗുജറാത്ത് വന്ന മോഡിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാം ഇല്ലേ? ഉം. അതുപോലെ തന്നെ പിന്നെ ഈ സുഷമ സ്വരാജ് ഡൽഹി മുഖ്യമന്ത്രിയായി. അങ്ങനെ പല ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. ബി ജെ പിയെ പോലെ ഒരു പാർട്ടി അവിടുന്ന് വന്ന ഒരാൾ ഇവിടുത്തെ മുഖ്യമന്ത്രി ആവുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനാവുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിനെ എന്താണ് താക്കോലെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നതിൽ അത് ബി ജെ പി സ്വയം പ്രാദേശിക പാർട്ടിയുടെ രൂപത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. നമ്മൾ ഇവിടുത്തെ പത്രവാർത്ത കണ്ടിട്ടുള്ളൂ, ഇംഗ്ലീഷ് ന്യൂസ്. എന്താണ് അത് കൃത്യമായിട്ട് ഇപ്പം ബി ജെ പി അങ്ങനെയാണ് പറഞ്ഞത് അറിയില്ല. കേട്ടെടുത്തോളം അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ഒരു കാര്യമല്ല, ബി ജെ പി നമ്മൾ പ്രതീക്ഷിക്കുന്നതുമല്ല. കാരണം ഇപ്പൊ ബി ജെ പിയുടെ അടിസ്ഥാനം എന്താണ്? അഖണ്ഡ ഭാരത സങ്കല്പമാണ്, ഹിന്ദുത്വമാണ്. അല്ലാതെ ഈ പിന്നെ
ചാവി എടുത്തിട്ട് മുസ്ലിം പള്ളിയിലും ക്രിസ്ത്യൻ പള്ളിയും കൊണ്ട് കൊടുത്തതല്ലല്ലോ പറയുന്നത്. അല്ല. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അത് BJP നമ്മളെ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ രണ്ടാമത് തമിഴ്നാടിന്റെ അടുത്ത് നിങ്ങൾ എടുത്തു, കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഒന്നാം തരം നായരായിരുന്ന രാമേന്ദ്ര മുഖ്യമന്ത്രി, കർണാടകയിൽ നിന്ന് വന്ന ഒന്നാം തരം ബ്രാഹ്മണനായിട്ടുള്ള അവിടുത്തെ ദ്രാവിഡ പൊളിറ്റിക്സ് എന്ന സ്ഥലമാണ് ഇവിടെ തമിഴ്നാട്, ജയലളിത മുഖ്യമന്ത്രിയായി. ഇപ്പൊ അണ്ണാമലൈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കർണാടകക്കാരനാണ്. അർജുൻ കർണാടകക്കാരനാണ്. അദ്ദേഹം അവിടുത്തെ സൂപ്പർ സ്റ്റാർ. രജനീകാന്ത് മറാഠിയാണ്, കർണാടകക്കാരൻ. അദ്ദേഹം അവിടുത്തെ സൂപ്പർ സ്റ്റാർ ആവുന്നു. രജനി വിചാരിച്ച അവിടുത്തെ മുഖ്യമന്ത്രി ആയിരുന്നു. രജനിക്ക് അതിനോട് കോൺഫിഡൻസ് ഇല്ലാതെ പോയി കൃത്യസമയത്ത്. ഇതൊക്കെയാണ് സംഭവം. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യമുള്ള ഒരു സൗത്ത് ഇന്ത്യൻ കൾച്ചർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യമുള്ള ഭാരതീയ സംസ്കാരം. അപ്പം സോണിയാഗാന്ധി ഇവിടെ വന്നിട്ട് കോൺഗ്രസ് നയിച്ച സോണിയാഗാന്ധിയാണ്, മനസ്സിലായില്ലേ? അപ്പൊ സോണിയാഗാന്ധി പിന്നെ പുറത്തുനിന്ന് വന്നതുകൊണ്ട് പ്രധാനമന്ത്രി ആവുന്നതിന് BJP എതിർത്ത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ശരി. എങ്കിലും അത് അവര് UPA ചെയർപേഴ്സണായി അതിനൊന്നും BJP എതിർത്തിട്ടില്ലല്ലോ. അപ്പം BJP ഇങ്ങനെ പറയുന്നത് എനിക്ക് സത്യത്തില് അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഇയാളൊരു വില കൂടിയ സാധനമാണ്, പേടിക്കേണ്ട ഒരാളാണ്. അല്ലെങ്കിൽ ഉമ്മാതിലുള്ള ആരോപണത്തിലേക്കൊന്നും BJP പോവില്ല. അപ്പം പലപ്പോഴും ഞാൻ നരേന്ദ്രമോദിയെ അളന്നിട്ടുള്ളത് അദ്ദേഹത്തിന് ശത്രുക്കളുടെ എണ്ണവും ശത്രുക്കളുടെ ബലവും നോക്കിയിട്ടാണ്. ന്യൂയോർക്ക് തൊട്ടിട്ട് മൊസാംബിക്ക് വരെയുള്ള പ്രദേശങ്ങളിൽ മോഡിക്ക് ഉള്ളിൽ ശത്രുക്കൾ ഉണ്ടെങ്കിൽ മോഡി എത്ര ശക്തനായിരിക്കും? ഇന്ദിരാഗാന്ധിയുടെ പ്രശ്നം അതായിരുന്നു. പടിഞ്ഞാറ് രാജ്യങ്ങൾ മൊത്തം ശത്രുക്കളായിരുന്നു. അതേസമയം മൻമോഹൻ സിംഗിനോ നരസിംഹറാവുവിനോ ഈ പ്രശ്നം നേരിടേണ്ടി വന്നിട്ടില്ല. ഈവൻ വലിയ രീതിയിൽ നെഹ്റുവിന് പോലും, അങ്ങനെ നെഹ്റുവിനൊക്കെ ബ്രിട്ടനെ സ്വാധീനിക്കാൻ പറ്റിയിരുന്നു, നേരിട്ടിട്ടില്ല. അപ്പം പാണ്ഡ്യൻ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരാളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. BJPയുടെ ഒരു 30 വർഷത്തെ പ്ലാനാണ് സത്യത്തിൽ ഇപ്പം ഭീഷണി നേരിടുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷന് ശേഷം BJP ജസ്റ്റ് അബ്സല്യൂട്ട് മെജോറിറ്റിയിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു ബാറ്റിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയി ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്.